അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പെൺമക്കൾക്ക് ഇസ്ലാം വലിയ സ്ഥാനം നൽകുന്നുണ്ട്. ജാഹിലിയത്ത് വെറുപ്പോടുകൂടെയാണ് പെൺകുട്ടികളെ കണ്ടിരുന്നത്. എന്നാൽ ഇസ്ലാം പെൺകുട്ടികളെ ഒരു പിതാവിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ കാരണമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ജാഹിലിയത്തിലെ ആളുകൾ അവർക്ക് പെൺകുട്ടി ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഖുർആൻ പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് ഇദാ ബുശ്ശിറ അഹദുഹും ബിൽഉൻസ, അവർക്ക് പെൺകുട്ടിയുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിച്ചാൽ. അപ്പോൾ ഒരാൾക്ക് ഒരു പെൺകുട്ടി ജനിക്കുന്നു എന്നത് സന്തോഷവാർത്തയാണ്, സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തി ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനുള്ളതാണ്. യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാ ഇനാസൻ വയഹബു ലിമൻ യശാഉ അസ്സുകൂർ. യഹബു സമ്മാനമായി നൽകുന്നു, ദാനമായി നൽകുന്നു. അപ്പം അള്ളാഹു സമ്മാനമായി നൽകുന്നതാണ് നിങ്ങളുടെ പെൺമക്കൾ. അവിടെ ആദ്യം പറഞ്ഞത് ഇനാസ, പെൺമക്കളെ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നു. പിന്നെയാണ് ആൺകുട്ടികളെ എന്ന് ഖുർആൻ പറയുന്നത്. ഒരു പെൺകുട്ടി ഉണ്ടാകുന്നത് സന്തോഷവാർത്തയാണ്, അയാൾക്ക് അള്ളാഹു നൽകുന്ന സമ്മാനമാണ്. മാത്രമല്ല ഒരു ഉമ്മത്തിനെ സൃഷ്ടിക്കുന്നത്. അൽ ഉമ്മ തസ്നഉൽ ഉമ്മത, ഒരു ഉമ്മയാണ് ഒരു ഉമ്മത്തിനെ സൃഷ്ടിക്കുന്നത്. ഒരു നല്ല ഉമ്മത്തിൻ്റെ സൃഷ്ടിപ്പിന് കാരണമാകുന്നത് പെൺകുട്ടിയാണ്. വലിയ പ്രതിഫലങ്ങളാണ് പെൺകുട്ടികളുള്ളവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മൻ കാന ലഹു സലാസ ബനാത്തിൻ ഫസബറ അലൈഹിന്ന വഅത്അമഹുന്ന വസഖാഹുന്ന വകസാഹുന്ന മിൻ ജിദതിഹി കുന്ന ലഹു ഹിജാബൻ മിനൻ നാരി യൗമൽ ഖിയാമ. ഒരാൾക്ക് 3 പെൺമക്കളുണ്ടായി. ആ 3 പെൺമക്കൾക്ക് അയാൾ ഭക്ഷണം നൽകി, അയാൾ മാന്യമായ വസ്ത്രം നൽകി, അയാളുടെ കഴിവിൽ നിന്ന് അവൾക്കാവശ്യമായ മറ്റു കാര്യങ്ങൾ നൽകി. എങ്കിൽ കുന്ന ലഹു ഹിജാബൻ മിനൻ നാർ, ആ ഉപ്പാക്ക് നരകത്തെ തൊട്ടുള്ള പ്രതിരോധമാണ്, പരിചയാണ് ആ പെൺമക്കൾ, മറയാണ് ആ പെൺമക്കൾ. നരകത്തിൽ നിന്ന് ആ പെൺമക്കൾ ആ ഉപ്പയെ കരകയറ്റും. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം ഫഅഹ്സന സുഹ്ബതഹുന്ന, അവരോടുള്ള സുഹ്ബത്ത്, പെരുമാറ്റം ആ ഉപ്പ നന്നാക്കി, മാന്യമായി ആ പെൺമക്കളെ വളർത്തി. എങ്കിൽ ഫലഹുൽ ജന്ന, ആ പിതാവിന് സ്വർഗമുണ്ട്. അപ്പോൾ പെൺമക്കൾ നമ്മുടെ സ്വർഗമാണ്, പെൺമക്കൾ നമ്മുടെ നരകത്തിലെ മോചനമാണ്, പെൺമക്കൾ നമുക്കുള്ള സന്തോഷവാർത്തയാണ്, പെൺമക്കൾ നമുക്കുള്ള അള്ളാഹുവിൽ നിന്നുള്ള സമ്മാനമാണ്. മക്കൾക്കിടയിൽ വേർതിരിവ് പാടില്ല. ആൺമക്കളെ മാത്രം ലാളിക്കുന്നവരുണ്ട്. വീട്ടിലേക്ക് വരുമ്പോൾ ആൺകുട്ടിയെ മാത്രം ലാളിക്കുന്നവർ, ആൺകുട്ടികളെ മാത്രം പരിഗണിക്കുന്നവർ, വിദ്യാഭ്യാസപരമായി ആൺകുട്ടികൾക്ക് മാത്രം പരിഗണന നൽകുന്നവർ, പെൺകുട്ടികളെ പരിഗണിക്കാത്ത ആളുകളുണ്ട്. എനിക്ക് എത്ര കുട്ടികളാണ്? 4 മക്കളാണ്. ആരൊക്കെയാണ്? 4 പെൺകുട്ടിയാണ്. 4 പെൺകുട്ടിയാണല്ലേ. സമൂഹം പോലും കാണുന്നത് 4 പെൺകുട്ടികളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 3 പെൺകുട്ടികളുണ്ട് എങ്കിൽ അതെന്തോ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അതൊരു ദുഃഖത്തിൻ്റെ കാരണമായിട്ടാണ് പലപ്പോഴും സമൂഹം നോക്കിക്കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല വഫാത്താകുമ്പോൾ റസൂലുള്ളാഹിയുടെ കൂടെയുള്ളത് ആരാണ്? 4 പെൺമക്കളാണ്.
സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ. പറക്കമുറ്റാത്ത 4 കൊച്ചു പെൺമക്കളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ളത്. 23 വർഷക്കാലത്തെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? പെൺമക്കളാണ്. ആൺകുട്ടികൾ വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. 3 പെൺമക്കളും മരണപ്പെട്ടു. റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് ബാക്കിയുള്ളത്. പലപ്പോഴും പെൺകുട്ടികൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇതാ നീ വീട്ടിലത്തെ കുട്ടിയല്ല, ഇവിടുന്ന് പോകാനുള്ളതാണ്, ഇതല്ല നിൻ്റെ വീട്, ഇവിടുന്ന് പോകാനുള്ളതാണ്. ഉമ്മാൻ്റെ ചുണ്ടിൽ നിന്ന് കേൾക്കുന്നത് അതാണ്, വീട്ടിലെ പ്രായമായവർ പറയുന്നത് അതാണ്, ഉപ്പ പറയുന്നത് അതാണ്, ഇവിടുന്ന് പോകാനുള്ളതാണ്. അതുകൊണ്ട് കരുതിയിരിക്കണം, നോക്കിയും കണ്ടും വേണം നടക്കാൻ, ഇവിടെ നിൽക്കാനുള്ളത്, ഇവിടുന്ന് പോകാനുള്ളതാണ്. അങ്ങനെ പോകാനുള്ളതും പറഞ്ഞയക്കാനുള്ളതും അങ്ങനെയല്ല നമ്മുടെ പെൺമക്കളെ വളർത്തേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി എന്നുള്ളത് കുന്നലഹു സിത്റം മിനന്നാർ, നമ്മുടെ നരകത്തെ തൊട്ടുള്ള പരിചയമാണ്, നരകത്തെ തൊട്ടുള്ള മറയാണ്, നമ്മുടെ സ്വർഗമാണ് നമ്മുടെ പെൺകുട്ടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷിക്കണം പെൺമക്കളുള്ള പിതാക്കൾ. ആ പെൺകുട്ടികളെ സ്നേഹിക്കാൻ സാധിക്കണം. സമൂഹത്തിൽ അതിനെതിരായുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. 2 പെൺകുട്ടിയായാൽ പിന്നെ പ്രസവം നിർത്താൻ, ഇനി 3ാമത്തത് ഒന്നുകൂടെ പെൺകുട്ടിയായാലോ, സമൂഹത്തെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണ്ട, ഇനി 3 പെൺകുട്ടികളായാൽ അത് സമൂഹത്തിലൊരു മോശമാണ്. സമൂഹവും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു ആൺതരി പോലും അവനില്ലല്ലോ, ആകെ എല്ലതും പെൺകുട്ടികളാണ്, ഒരു ആൺതരി പോലും ആ മനുഷ്യനില്ല, അയാൾക്ക് കിട്ടിയില്ല. ബാപ്പാക്കില്ലാത്ത സങ്കടമാണ് സമൂഹത്തിന്. സമൂഹമല്ലല്ലോ നമുക്ക് ചെലവിന് നൽകുന്നത്, റാസിഖ് അള്ളാഹുവാണ്, അള്ളാഹുവാണ് റാസിഖ്. സമൂഹത്തിൻ്റെ അങ്ങനെയുള്ള ഏതെങ്കിലും കമൻറ്റുകൾ കേട്ട് നിലപാടുകൾ സ്വീകരിക്കേണ്ടവരല്ല. പെൺകുട്ടികളെ പ്രസവിക്കുന്ന സ്ത്രീകളോട് ദേഷ്യം. ഒരു പെണ്ണ് പ്രസവിച്ചത് 3 പെൺകുട്ടിയാണെങ്കിൽ അവരോട് ദേഷ്യം വെക്കുന്നവരുണ്ട്. ആ പെൺകുട്ടി ചെയ്തത് എന്തോ ഒരു തെറ്റാണ് എന്ന രൂപത്തിൽ കാണുന്ന ആളുകളുണ്ട്. പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം സ്വീകരിക്കാത്തവരുണ്ട്. ഒരു വീട്ടിൽ 5 പെൺകുട്ടികളാണെങ്കിൽ വെറുതെ പോയി കുടുങ്ങാൻ നിൽക്കണ്ട, മൂത്തതിനെ കെട്ടിയാൽ ബാക്കി 4 പിന്നെ നീ നോക്കേണ്ടി വരും, ബാക്കി കല്യാണം നിൻ്റെ തലയിലാകും, മുഴുവൻ പെൺകുട്ടികളാണ്, അതുകൊണ്ട് ആ കല്യാണം വേണ്ടെന്നാണ്. ആരാ പറയുന്നത്? വലിയ വലിയ തറവാട്ടുകാർ, വലിയ വലിയ ആദർശത്തിൻ്റെ ആളുകൾ. പെൺകുട്ടികളുള്ളത് കൊണ്ട് ആ വീട്ടിൽ നിന്ന് കല്യാണം വേണ്ട, 4 പെൺകുട്ടികളായതുകൊണ്ട് ആ ബന്ധം നമുക്ക് വേണ്ട. അങ്ങനെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോകുന്ന അത്തരം സാഹചര്യങ്ങൾ. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് 4 പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ 4 പെൺകുട്ടികളും അയാളുടെ ബാധ്യത എന്നാണ്. പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇതാ വലിയൊരു ബാധ്യതയായി, ഒരു വലിയ ബാധ്യതയാണ് സമൂഹത്തിന് നമ്മളുടെ മകൾ. നമുക്കങ്ങനെയാകരുത്. നമുക്ക് നമ്മുടെ മകൾ മാലാഖയാകണം, നമുക്ക് നമ്മുടെ പെൺകുട്ടി രാജകുമാരിയാകണം. നമുക്ക് ബാധ്യതയല്ല, നമുക്ക് സ്വർഗമാണ്, നമ്മുടെ നരകത്തെ തൊട്ടുള്ള പരിചയമാണ്. സമൂഹം എന്തും പറഞ്ഞുകൊള്ളട്ടെ, സമൂഹത്തിൻ്റെ അത്തരം സംസാരങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെൺമക്കളെ മാലാഖയായി വളർത്തിയ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി പറയാണ്, റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വരുമ്പോൾ കാനത് ഇദാ ദഖലത് അലൈഹി ഖാമ ഇലൈഹാ, റസൂലുള്ളാഹി അങ്ങോട്ട് പോകും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വരുമ്പോൾ, മകൾ വരുമ്പോൾ, ചെറിയ ഫാത്തിമ അല്ല, 6 വയസ്സുള്ള 7 വയസ്സുള്ള ഫാത്തിമയല്ല, കല്യാണം കഴിച്ച് പറഞ്ഞയച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വീട്ടിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി അങ്ങോട്ട് ചെല്ലും. ഫഅഖദ ബിയദിഹാ, ഫാത്തിമയുടെ കൈ പിടിക്കും. വഖബ്ബലഹ, ഫാത്തിമയെ ചുംബിക്കും. വഅജ്ലസഹ ഫീ മജ്ലിസിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന ഇരിപ്പിടത്തിൽ ഫാത്തിമയെ ഇരുത്തും. അള്ളാഹിൻ്റെ റസൂൽ എവിടെയാണോ ഇരുന്നത് അവിടെ മകളെ ഇരുത്തും. ഇതാണ് പെൺകുട്ടിയോടുള്ള പരിഗണന. ഇങ്ങനെയാണ് റസൂലുള്ളാഹി പെൺമക്കളെ സ്നേഹിച്ചത്.
മക്കളെ പരിഗണിച്ചു, മക്കളെ സ്നേഹിച്ചു, മക്കളെ ചുംബിച്ചു. ആൺമക്കൾക്കെല്ലാം വാങ്ങിക്കൊടുക്കുന്ന പിതാക്കന്മാർ. പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് വിലയില്ല പല കുടുംബങ്ങളിലും. ആൺമക്കൾ കാണാത്ത സ്ഥലങ്ങളില്ല. അവർക്ക് സ്കൂളിലെ യാത്രകളിൽ പോകാം, മറ്റു വിനോദങ്ങളിൽ പോകാം. പെൺകുട്ടിയോ? പെൺകുട്ടിക്ക് ഉപ്പയുടെ കൂടെ പോകാം. ഉപ്പയുടെ കൂടെ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സ്വപ്നങ്ങളുണ്ട്. അവരുടെ ആങ്ങളമാരെ പോലെ, അവരുടെ അനുജന്മാരെ പോലെ നാടു കാണാനും അതുപോലെയുള്ള സ്വപ്നങ്ങളുമൊക്കെ ആ പെൺകുട്ടിക്കുമുണ്ട്. പക്ഷെ പെൺകുട്ടിയായി എന്നതിൻ്റെ പേരിൽ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് കളയുന്ന രൂപത്തിൽ പല കുടുംബങ്ങളിലും സാഹചര്യങ്ങളുണ്ട്. നോക്കൂ, ഫാത്തിമ റളിയല്ലാഹു തആലയെ പറ്റി എന്താണ് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്? മാ റഅയ്തു അഹദൻ കാന അശ്ബഹ സംതൻ വഹദിയൻ ബിറസൂലില്ലാഹി മിൻ ഫാത്തിമ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ആ രൂപത്തിലും ആ എല്ലാ കാര്യങ്ങളിലും റസൂലുള്ളാഹിയെപ്പോലെ സാദൃശ്യമുള്ളത് ഫാത്തിമയല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. റസൂലുള്ളാഹിയുടെ രൂപം, റസൂലുള്ളാഹിയുടെ നടത്തം, റസൂലുള്ളാഹിയുടെ പെരുമാറ്റം, റസൂലുള്ളാഹിയുടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഫാത്തിമയിലുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായി? എങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല റസൂലുള്ളാഹിയെപ്പോലെയായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴലായി ഫാത്തിമ റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. മകളെ കൊണ്ടു നടന്നിരുന്നു, മകളെ പരിഗണിച്ചിരുന്നു. ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അവരെ കേൾക്കണം, പെൺമക്കളെ കേൾക്കണം. അവരെ കേൾക്കാതെ വരുമ്പോഴാണ് അവരെ കേൾക്കുന്ന ഇടങ്ങളിലേക്ക് അവർ പോവുക. അങ്ങനെ കേൾക്കാൻ കാത്തു നിൽക്കുന്ന പല ചതിക്കുഴികളുമുണ്ട്. ആ വഴികളിലേക്ക് അവർ പോകും. ഉപ്പാക്ക് കേൾക്കാൻ സമയമില്ല, ഉമ്മാക്ക് കേൾക്കാൻ സമയമില്ല. അവർക്ക് പറയാൻ പലതുമുണ്ട്. പക്ഷെ അത് കേൾക്കാൻ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ പിതാക്കന്മാർക്ക് സമയമില്ല. ഉപ്പയും ഉമ്മയുണ്ടായിട്ടും പല മക്കളും യത്തീമുകളാണ്. ഉപ്പുണ്ട്, ഉമ്മുണ്ട്, പക്ഷെ യത്തീമുകളാണ്. സ്നേഹം കിട്ടുന്നില്ല. അവരുടെ കൂടെ ഇരുന്ന് കേൾക്കാൻ സമയം കിട്ടുന്നില്ല. അവരുടെ ആഗ്രഹങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് മക്കളെ കേൾക്കുക, മക്കൾക്ക് സമയം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ നാം ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കുകയും മക്കളെ സ്വാലിഹായ രൂപത്തിൽ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പെൺമക്കളെ മാന്യമായി വളർത്തണം, അവരുടെ അവകാശങ്ങൾ അവർക്ക് നൽകണം എന്നതാണ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ നല്ല ഇണകളെ അവർക്ക് നൽകണം. ഉപ്പമാരാണ് ഇണകളെ കണ്ടെത്താറുള്ളത്. അതിൽ അവർക്ക് അവകാശമുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ. ഞങ്ങൾ തീരുമാനിക്കും, നീ അനുസരിച്ചാൽ മതി. അതല്ല ഇസ്ലാമിലെ വിവാഹം. കുറച്ച് കാലങ്ങൾക്കൊക്കെ മുന്നേ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് ഇതാണ് ഭർത്താവ് എന്ന് സ്ത്രീകൾ അറിഞ്ഞിരുന്നത്. അതല്ല ഇസ്ലാം പറയുന്നത്. അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ തൃപ്തിക്കനുസരിച്ചാണ് വിവാഹം നടക്കേണ്ടത്. അന്വേഷണം നടത്തുന്നത് പിതാവാണ്. അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീന വഖുൽഖ. ദീനുള്ള നല്ല സ്വഭാവമുള്ള ഒരാൾ വിവാഹമന്വേഷിച്ചാൽ ഫസവ്വിജൂ, ആ വിവാഹം നിങ്ങൾ കഴിപ്പിച്ചു കൊടുക്കണം. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. നല്ല സ്വഭാവമായിരിക്കണം. 2, നല്ല ദീൻ അവനുണ്ടാകണം. അവൻ്റെ ഇബാദത്തുകൾ, അവൻ്റെ അഖീദ. ദീനിൽ ഏറ്റവും പ്രധാനം അഖീദയാണ്, വിശ്വാസമാണ്. വിശ്വാസം പണയം വെച്ച് ഏതെങ്കിലും ശിർക്കൻ ആചാരങ്ങളുമായി പോകുന്ന ആൾ നമ്മുടെ സമ്പത്തൊക്കെയാണ്, നമ്മുടെ ബാക്കിയെല്ലാം തറവാടൊക്കെയാണ്. എന്നാൽ ജാറവും അതുപോലെയുള്ള ശിർക്കൻ ആചാരങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ അത് ദീനാകില്ല, ദീനിനെതിരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനിനെതിരാണ് ജാറത്തിൻ്റെ അരികിൽ പോയി പ്രാർത്ഥിക്കലും ഇസ്തിഗാസയും തവസ്സുലും. ഇത്തരം അമലുകൾ ചെയ്യുന്ന ഒരു മനുഷ്യന് പിന്നെ എന്തു ദീനാണുള്ളത്? മറ്റെന്തുണ്ടെങ്കിലും
അഖീദയുടെ വിഷയത്തിൽ, വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ പാളിച്ചകളുണ്ടെങ്കിൽ അത്തരം ബന്ധങ്ങളിലേക്ക് പോകാൻ പാടില്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ദീനുള്ള നല്ല സ്വഭാവമുള്ള ഒരാൾ വിവാഹം അന്വേഷിച്ചാൽ അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. ഇന്ന് പലപ്പോഴും ത്വലാഖ് അധികരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടത്ര ആലോചനകൾ നടക്കുന്നില്ല. പെട്ടെന്ന് എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞു പോകണം എന്നാണ്. ആദ്യമേ വന്ന് പെണ്ണ് കാണലാണ് നടക്കുന്നത്, പിന്നീട് അന്വേഷണം. പെണ്ണ് കണ്ടു, ഒക്കെ തീരുമാനിച്ചു, എന്നിട്ടാണ് അയച്ചു തരുന്നത്. മൗലവി ഒന്ന് അന്വേഷിക്കുമോ, എന്താണ് അഭിപ്രായം ഒന്ന് നോക്കുമോ, പിന്നെയാണ് അന്വേഷണം. അന്വേഷണം കഴിഞ്ഞിട്ടാണ് കാണൽ. അന്വേഷിച്ച് വരുന്ന എല്ലാവരുടെ മുന്നിലും പോയി നിൽക്കേണ്ട ഒരാളല്ല നമ്മുടെ പെൺമക്കൾ. എല്ലാവരുടെ മുന്നിൽ നിന്ന് അതിനുശേഷം പിന്നീട് അന്വേഷിക്കുക, അതല്ല. വിവാഹം നടക്കുമെന്ന് തോന്നുമ്പോൾ നമ്മൾ അവരെ പറ്റി അന്വേഷിച്ചു, അവരുടെ അഖീദ ശരിയാണ്, അവരുടെ സ്വഭാവം ശരിയാണ്. അവരുടെ സ്വഭാവം മാത്രം നോക്കിയാൽ പോരാ. ഒരു പെൺകുട്ടിയാകുമ്പോൾ അവരെ വിവാഹം കഴിപ്പിച്ചയക്കുന്ന വീട്, ആ വീട്ടിൽ എൻ്റെ മകൾ സുരക്ഷിതയാണോ അതന്വേഷിക്കണം ഒരു പിതാവ്. ഞാൻ പറഞ്ഞയക്കുന്ന, എൻ്റെ മകളെ പറഞ്ഞയക്കുന്ന ആ വീട്ടിൽ എൻ്റെ പെൺകുട്ടി സുരക്ഷിതയാണോ, അവൻ്റെ കൈകളിൽ സുരക്ഷിതയാണോ? എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളൊരു പെൺകുട്ടിയെ വളർത്തുന്നത്. നരകത്തിലേക്ക് ആ പെൺകുട്ടിയെ പറഞ്ഞയക്കുകയാണ്. ഒരു അന്വേഷണവും യാതൊന്നും നടത്താതെ. അന്വേഷണങ്ങൾ നടത്തണം, ആലോചിക്കണം. അതിനുശേഷം അവർ പരസ്പരം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോഴാണ് വിവാഹം. നാട്ടിലെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആദ്യം രണ്ടുപേരും കാണട്ടെ, എന്നിട്ട് അന്വേഷിക്കട്ടെ എന്നാണ്. കാണൽ കഴിഞ്ഞു, എന്നിട്ട് കുടുംബം പിന്നെ വീട് കാണൽ കഴിഞ്ഞു, അതിനുശേഷമാണ് അവൻ്റെ ദീനും അവൻ്റെ സ്വഭാവവും അവരുടെ വീടും മറ്റു കാര്യങ്ങളും അന്വേഷിക്കുന്നത്. അങ്ങനെയല്ല. ആദ്യം അന്വേഷണങ്ങൾ നടക്കണം, അതിനുശേഷമാണ് പരസ്പരമുള്ള കാണുക എന്ന, അവർ തമ്മിൽ ഇഷ്ടപ്പെടുക എന്ന കാര്യങ്ങൾ ഉണ്ടാകേണ്ടത്. അത് നാം വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. അല്ലാതെ ഒരു അന്വേഷണവും ഇല്ലാതെ, ആലോചനയും ഇല്ലാതെ പെൺകുട്ടികളുടെ, നമ്മുടെ പെൺമക്കളുടെ അവരുടെ ജീവിതം അതൊരു അപകടത്തിലേക്ക് തള്ളിയിടുന്ന സാഹചര്യങ്ങൾ രക്ഷിതാക്കളെ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥനകൾ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത്തരം പ്രാർത്ഥനകൾ മക്കൾക്ക് വേണ്ടി പതിവാക്കുക. അള്ളാഹു സ്വാലിഹായ മക്കളാക്കി നമ്മുടെ മക്കളെ തീർക്കുമാറാകട്ടെ.